ഹായ് ഗൈസ്, നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മളുടെ യൂട്യൂബ് ചാനലിൽ വാച്ച് ടൈം അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട് 2024 പോളിസി അനുസരിച്ച് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത് എന്നതിനെക്കുറിച്ചാണ്. 2024 പുതിയ അപ്ഡേറ്റുകൾ കുറേ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് നമുക്ക് വാച്ച് ടൈമുമായി ബന്ധപ്പെട്ടതാണ്. സാധാരണ നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമുക്ക് നടന്നു വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആ വീഡിയോയ്ക്ക് അതിൻ്റെ അടുത്ത 48 മണിക്കൂറിനുള്ളിൽ അതിൻ്റെ വ്യൂസും അതിൻ്റെ വാച്ച് ടൈമും നമ്മളുടെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിലേക്ക് അത് അപ്ഡേറ്റ് ആവുന്നതാണ്. ഇപ്പോൾ പുതിയ റൂൾസ് അനുസരിച്ച് നമുക്ക് ഏകദേശം ഒരു ആഴ്ച സമയമെടുക്കുന്നുണ്ട് നമുക്ക് യൂട്യൂബ് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിലേക്ക് ഈ വാച്ച് ടൈം അപ്ഡേറ്റ് മാറാനായിട്ട്. അത് കാരണത്താൽ കുറേ ആളുകൾ ഇപ്പോൾ വാച്ച് ടൈമുമായി ബുദ്ധിമുട്ടുന്നുണ്ട്. പുതിയ യൂട്യൂബേഴ്സിന് അധികവും അറിയാത്ത ഒരു കാര്യമാണ് ഈ വാച്ച് അവർ അപ്ഡേറ്റ് വന്നതിനെക്കുറിച്ച്. ഒരുപാട് ആളുകൾ ഇത് അറിയാത്തതുണ്ട്. അവരാകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട് എൻ്റെ വീഡിയോ ഞാൻ സ്വന്തമായിട്ടിട്ടിട്ടും അതിൽ എന്തുകൊണ്ട് വാച്ച് ടൈം കയറുന്നത് ഡിക്രീസായി പോകുന്നുണ്ട് എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ വന്നിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത് ഉൾപ്പെടുത്തിയത്. നമുക്ക് പുതിയ റൂൾസ് അനുസരിച്ച് ഇങ്ങനെയാണ് നിലവിൽ നമുക്ക് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് കിട്ടിയത്. ഒരാഴ്ച, അതായത് 7 ദിവസത്തിനുള്ളിൽ നമുക്ക് നമ്മളുടെ വീഡിയോസിലുള്ള വാച്ച് ടൈം നമുക്ക് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിലേക്ക് കയറുന്നതാണ്. പിന്നെ 2-3 തരത്തിൽ നമുക്ക് വാച്ച് ടൈം കയറാറുണ്ട്. ഒന്ന്, നമുക്ക് ഓർഗാനിക്കായിട്ട് കയറുന്ന വാച്ച് ടൈം നമുക്ക് 5 ദിവസം മുതൽ 7 ദിവസത്തിനുള്ളിൽ വരെ കയറുന്നതാണ്. രണ്ടാമത്തെ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സ്വന്തം മൊബൈലിൽ തന്നെ നമ്മളുടെ വീഡിയോ ഓപ്പൺ ചെയ്ത് വെച്ച് അതിൽ വാച്ച് ടൈം ഉണ്ടാക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും കയറാൻ ചാൻസ് ഇല്ല. അത് ഡിക്രീസായി പോവുക തന്നെ ചെയ്യും. യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് അവരത് പൂർണ്ണമായും ചെക്ക് ചെയ്തിട്ട് മാത്രമേ നമുക്ക് നമ്മളുടെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിലേക്ക് നമ്മളുടെ വാച്ച് ടൈം അപ്ഡേറ്റ് ചെയ്ത് തരുള്ളൂ. പിന്നെ മൂന്നാമത്തെ ഒരു കണ്ടീഷൻ എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ, എല്ലാവരും ചിലരൊക്കെ ചില ഉടായിപ്പ് പരിപാടികളൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ ചില ടീംസ്, ചില ക്രിയേറ്റേഴ്സ് അങ്ങനെ ചെയ്യാറുണ്ട്. തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് അതിൽ വാച്ച് ടൈം ഉണ്ടാക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്കും വാച്ച് ടൈം കയറാൻ വളരെയധികം പ്രയാസമാണ്. യൂട്യൂബ് 2024 മോണിറ്റൈസേഷൻ പോളിസി പ്രകാരം വളരെ കർശനമായി ഇങ്ങനത്തെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് കൊണ്ടുള്ള വാച്ച് ടൈമും എല്ലാം നല്ല രീതിയിൽ ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് നമ്മളുടെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിലേക്ക് വാച്ച് ടൈം അപ്ഡേറ്റ് ആവുന്നത്. അതുകൊണ്ട് തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകൾ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ നിർത്തിക്കോളും. നമ്മൾ നല്ല വീഡിയോസും നല്ല കണ്ടൻറ്റുകളും ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഓർഗാനിക്കായിട്ട് തന്നെ നമുക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ നമുക്ക് വ്യൂസും അതേപോലെ വാച്ച് ടൈമും സബ്സ്ക്രൈബേഴ്സൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. നമ്മൾ കുറച്ചൊന്ന് അധ്വാനിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്രതിഫലം യൂട്യൂബിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഒട്ടുമിക്ക ക്രിയേറ്റേഴ്സും അതിന് ശ്രമിക്കാറില്ല. എന്താന്ന് വിചാരിച്ചാൽ, കുറച്ച് ഉടായിപ്പ് പരിപാടികളൊക്കെ കാണിച്ച് കുറച്ച് വീഡിയോസൊക്കെ ഇട്ട് എങ്ങനെയെങ്കിലും കുറച്ച് വ്യൂസ് അവിടുന്ന് ഇവിടുന്നൊക്കെ വലിച്ചു വാരി ചെയ്യും. എന്നിട്ട് അവസാനം മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യുമ്പോൾ അത് ശരിയാവില്ല. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ പുതിയ യൂട്യൂബേഴ്സിന് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പരമാവധി ഒരു ജോലി ചെയ്യും പോലെ തന്നെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇത്ര മണിക്കൂറിന് നമ്മൾ ജോലി ചെയ്യുന്നുണ്ട്. അത് കുറച്ചൊന്ന് അധ്വാനിക്കാൻ തയ്യാറായാൽ നമ്മളുടെ ചാനലിൽ അതിനൊരു മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. കണ്ടിന്യൂസ് ആയിട്ട് എല്ലാവരും വീഡിയോ സ്ഥിരമായി ഇടുക. അതേപോലെ നല്ല ടൈറ്റിലുകളും നല്ല ടാഗുകളും നല്ല കീവേഡുകളും ഉപയോഗിക്കുക. അതേപോലെ നല്ല ക്വാളിറ്റിയിൽ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുക.
എന്നാൽ തന്നെയൊക്കെ നമ്മളുടെ ചാനൽ വളരെയധികം മുന്നോട്ട് ഗ്രോ ചെയ്തു പോകും. പിന്നെ ഏതെങ്കിലും ഒരു കണ്ടൻറ്റ് ക്ലിക്കായി കഴിഞ്ഞാൽ അത് മതി, ശരിക്കും യൂട്യൂബിൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം തന്നെ വരില്ല. അപ്പം ഉടായ്പ പരിപാടികളൊക്കെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ നിർത്തി നല്ല രീതിയിൽ നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ഇതിലും പരമാവധി കൺസിസ്റ്റൻസി നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതാണ്. സ്ഥിരമായിട്ടൊരു 2 മണിക്കൂറോ 3 മണിക്കൂറോ 4 മണിക്കൂറോ ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ മാക്സിമം വർക്ക് ചെയ്ത് നല്ല വീഡിയോകളിട്ട് ഇതിൽ ഗ്രോ ചെയ്ത് മുന്നോട്ട് വരാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകൾ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക. എന്നാൽ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഒരുപാട് ആളുകളുടെ ചോദ്യത്തിന് ഉത്തരമാണിത്. ഇനി ആരും വാച്ച് ടൈം അപ്ഡേറ്റ് ആകുന്നില്ല എന്നുള്ള പരിഭവമായി ഇരിക്കരുത്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ വീഡിയോകൾ ഇടുക. തീർച്ചയായിട്ടും നമുക്ക് യൂട്യൂബിൽ പ്രവർത്തിക്കുന്നതിന് ഒരു പ്രതിഫലം നമുക്കുണ്ടാകും. എല്ലാവരും ഒരു 10 രൂപ വരുമാനം കിട്ടണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് യൂട്യൂബിൽ വരുന്നത്. അത് തീർച്ചയായിട്ടും നടക്കും. എന്നാൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് മുന്നേറാം. ഓക്കെ, എന്നാൽ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ജയ് ഹിന്ദ്.